ഫേവർ, ആനുകൂല്യം. ഫേവറിനെ കുറിച്ചാണ് കുറേ ദിവസങ്ങളിലേക്ക് എടുക്കുന്നത്. ആനുകൂല്യമില്ലാതെ ഒരു കാര്യത്തിന് നമ്മൾ പോകരുത്. നമ്മുടെ മക്കളെ ഒരു സ്ഥലത്തോട്ട് വിടുകയാണെങ്കിൽ അവർ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ആളിനെ അറിയാമല്ലേ, പിടിപാടുണ്ട്, അവരോട് പറയുന്നു എൻ്റെ മക്കൾ വരുന്നുണ്ട്, ഒന്ന് നോക്കിക്കണേ എന്ന് പറഞ്ഞാൽ ദേ ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്. അതെല്ലാം ആരുമില്ല ഓർഫനെ പോലെ പറഞ്ഞു വിട്ട് അവിടെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ ആനുകൂല്യം, ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കേണ്ട സകല കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽഡായിട്ട് ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം ദാവീദ് ശൗലിനെ രാജാവാക്കുന്നത്, അത് മാറ്റി വെച്ച് ദാവീദിനെ ആക്കുന്നത്, എന്നിട്ട് ദാവീദിന് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി ദാവീദിനെ ഓടിക്കുന്നത്, പിന്നെ ഏകദേശം 30 വയസ്സായപ്പോഴത്തേക്ക് ദാവീദ് രാജാവാകുന്നത്. അതിനു മുമ്പ് ഇഷ്ടംപോലെ പ്രാക്ടീസ് കിട്ടി. അതുപോലെ ജോസഫിൻ്റെ ജീവിതത്തിൽ ഇവരൊക്കെ ആനുകൂല്യമുള്ളവരാണെങ്കിൽ പോലും കർത്താവ് ശക്തിയായിട്ട് വചനം ആത്മാവിൽ അവരെ ദൃഢസ്വഭാവം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് ഉന്നത പദവിയിലാക്കുന്നത്. നമുക്ക് ആനുകൂല്യം എല്ലാവർക്കും ആഗ്രഹമാണ്. നമ്മുടെ മക്കൾക്ക് ആവശ്യമുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്, നമ്മുടെ ഭർത്താവിന് ആവശ്യമുണ്ട്, ഭാര്യമാർക്ക് ആവശ്യമുണ്ട്. എവിടെ ആനുകൂല്യം? അപ്പോൾ ആനുകൂല്യം ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ എടുക്കുക, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക, അവിടെ ചെന്നവർ 80 പേരവിടെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വല്ല ഗവൺമെൻറ് ആശുപത്രിയും കൂടെ പോവുകയാണെങ്കിൽ പറയുകയും വേണ്ട. 80 പേര് ഇരിക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന ചീറ്റ് 50 ആണെങ്കിൽ അന്ന് വൈകിട്ട് വരെ അവിടെ ഇരിക്കുകയെ രക്ഷയുള്ളൂ. അതല്ല, നമുക്കൊരാനുകൂല്യമുണ്ട്, നമ്മുടെ ഭർത്താവാണ് അകത്ത് ഡോക്ടറായിട്ട് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ചെല്ലുന്നതിന് മുമ്പേ അകത്ത് കയറി കാര്യം കണ്ട് ഇറങ്ങി വരാം. എന്താ, ആർക്കും ചോദ്യം ചെയ്യാനൊക്കത്തില്ല. ബിക്കോസ് ഡോക്ടറിൻ്റെ ഭാര്യയാണ് കയറി ചെന്നത്. സീതേ ആ കണക്ഷൻ കണ്ടോ? അതുപോലെ ആത്മാവിനെ അറിയുന്നവർ ദൈവം നിയോഗിച്ച സ്ഥലത്ത് ചെല്ലുമ്പോൾ ആനുകൂല്യമുണ്ട് എന്ന് വിശ്വസിക്കണം. അത് എൻ്റെ അനുഭവത്തിൽ ദൈവം എനിക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ തന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. ചിലപ്പോൾ ഞാൻ പറയുന്ന വചനം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് ടച്ച് ചെയ്യും. ബിക്കോസ് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ അവർ ജഡമായിട്ട് ഉടക്കാൻ സാധ്യതയുണ്ട്. അത് മിക്കവാറും അതോറിറ്റീസാണ്. കാരണം ഞാൻ ആത്മീയ ഗോളത്തിൽ നിന്ന് പറയുമ്പം അവർക്ക് ജലസി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് നോട്ട് ചെയ്യുന്നത്, ഞാൻ ആത്മാവിൽ ഒരു വചനം പറയാൻ എന്നെ ദൈവം വിട്ടതെങ്കിൽ നിയോഗിച്ചു, ഞാൻ പറയുന്ന ആത്മീയ ഗോളത്തോട് ചേരാത്തവരാണ് അതോറിറ്റി എങ്കിൽ ഞാൻ പറഞ്ഞു തീരുന്നിടം വരെ ആ വ്യക്തി വരത്തില്ല. ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോൾ ആ വ്യക്തി വരും. അവർക്കെന്തെങ്കിലും ബിസിയായിട്ട് അവർ പോയതാണ്. പക്ഷെ ഐ നോട്ടീസ് ഇറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം. വൈ? എനിക്കൊരാനുകൂല്യമുണ്ട്. എന്നെ അയച്ചവനറിയാം ഞാൻ എത്ര മിനിറ്റ് പ്രസംഗിക്കുമെന്ന്. എന്നെ അയച്ചവനറിയാം ഞാൻ ഏത് പ്രശ്നത്തിന് അവിടെ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ വചനം കൊടുക്കാമെന്ന്. അത് തീരുന്നിടം വരെ അതിന് വിപരീതമായിട്ട് ചിന്തിക്കുന്ന ഒരാളെ പോലും അവിടെ ഇരുത്തൂല ദൈവം. അത്ര കരുതുന്നിരുത്. ആനുകൂല്യമാണ് ഫേവർ. അപ്പോൾ ഫേവറിനെ കുറിച്ച് ചിന്തിച്ചാൽ ഇത്ര വലിയ പറയാനുണ്ട്. അതാ ഞാൻ പറയുന്നത്, ദ ബുക്ക് ഓഫ് റിമെമ്പറൻസ് ഹാസ് ടു ബി ഓപ്പൺഡ് ടുഡേ. ദൈവത്തിൻ്റെ മുമ്പിൽ ഓർമ്മ പുസ്തകം തുറക്കട്ടെ. ഓരോ വ്യക്തി, ഞാൻ പറയുന്നവർ കേൾക്കുന്നവരുടെ ഭവനങ്ങളിൽ നിങ്ങളെല്ലാം നന്മ ചെയ്തിട്ടുള്ളവർ കുറച്ചെങ്കിലും ആ നന്മയെല്ലാം ഓർമ്മ പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. പലപ്പോഴും പിശാച് തിന്മ മാത്രം ഓർപ്പിക്കുമ്പോൾ ഞാൻ ഇന്ന് പറയുകയാണ്, പിതാവാം ദൈവത്തിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ മുമ്പിൽ നമ്മളുടെ നന്മയുടെ ഓർമ്മ പുസ്തകം തുറക്കട്ടെ. ആ പുസ്തകം തുറക്കട്ടെ. എപ്പോഴും ഈ കുറ്റവും അപരാധിയും പരാതിയും പറയുന്നതൊക്കെ അങ്ങോട്ട് മാറ്റാം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പം നമുക്ക് ആനുകൂല്യം വരികയാണ്. ബുക്ക് ഓഫ് റിമെമ്പറൻസ് തുറന്നു കഴിയുമ്പം അതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഹാമാൻ മൊർദെഖായി, എസ്തേറിൻ്റെ ബുക്കിനകത്ത് ഹാമാൻ മൊർദെഖായിയെ കൊല്ലാൻ 70 അടി പൊക്കമുള്ള ഒരു തൂക്കുമരം ഉണ്ടാക്കി വെച്ച് രാവിലെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്ത്? ബുക്ക് ഓഫ് റിമെമ്പറൻസ്. രാജാവിന് ഉറക്കം വന്നില്ല. ബുക്ക് ഓഫ് റിമെമ്പറൻസ് തുറന്നപ്പോൾ പണ്ട് കാലത്ത് മൊർദെഖായി രാജാവിനെ കൊല്ലാൻ ആരോ പ്ലാൻ ചെയ്തവരെ കണ്ടുപിടിച്ച് രാജാവിൻ്റെ ജീവനെ രക്ഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ആ പേജ് തന്നെ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിക്കുന്നു, അല്ല ഈ മൊർദെഖായിക്ക് വല്ല പ്രതിഫലവും അത് കൊടുത്തു? ഇല്ല, ഒന്നും കൊടുത്തതായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല. ബുക്ക് ഓഫ് റിമെമ്പർ. ഇതുപോലെ ഞാനും ഇന്ന് പറയുകയാണ്, പല കാര്യങ്ങളും നമ്മളും നന്മ ചെയ്തതുണ്ട്, ചിലതിനൊക്കെ നന്മയ്ക്ക് പകരം ചീത്ത കിട്ടിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് കർത്താവ്
അവൾക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇല്ലെന്നേ. ഇന്ന് കൊടുക്കുന്ന ദിവസമാകട്ടെ ഓർഡർ. അന്ന് തുറന്നു. എന്ത്? നേരം വെളുത്തപ്പം രാജാവ് ഉണർന്നിരിപ്പുണ്ട്. ആദ്യം കാണുന്നത് ഹാമാനെയാണ്. ആരെ? മൊർദെഖായിയെ കഴുകുമരത്തെ കയറ്റാൻ വെച്ചിരിക്കുന്ന ഹാമാൻ മുമ്പിൽ വന്ന് നിൽക്കുക. രാജാവ് ചോദിക്കുന്നു, രാജാവിന് ഇഷ്ടമുള്ള ആളിനെ എന്താണ്, രാജാവിന് നന്മ ചെയ്തവന് എന്ത് പ്രതിഫലം? ഓ, മൊർദെഖായി ആണെന്ന് വിചാരിക്കാതെ ഹാമാനാണെന്ന് വിചാരിച്ചിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. രാജാവിൻ്റെ കുതിരവണ്ടി, രാജാവിൻ്റെ വസ്ത്രം, രാജാവിൻ്റെ ദണ്ണ്, രാജാവിൻ്റെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് രാജാവ് മാനിക്കുന്നവരെ ഇങ്ങനെ മാനിക്കണം എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. എന്ത് സംഭവിച്ചു? രാജാവ് പറഞ്ഞു, അതേ വാതിക്കലേ മൊർദെഖായി ഇരിപ്പുണ്ടല്ലോ, അവനോട് അത് ചെയ്യുവാൻ. അന്ന് ഹാമാൻ്റെ ഭാര്യ പറഞ്ഞു, നീ ഒരു യഹൂദനോടാണ് മത്സരിക്കുന്നത് എങ്കിൽ നീ തോറ്റുപോകും. ഞാനും അത് തന്നെ പറയുന്നത്. ദൈവമക്കളാകുന്ന നമുക്കെതിരായിട്ടാണ് ശത്രു പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നീ തോറ്റുപോയിരിക്കുന്നു. വെറുതെ 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 സമയം കളയല്ലേ. നീ തോറ്റിരിക്കുന്നു. ഡിക്ലെയർഡ്, ഇറ്റ്സ് എഡിക്റ്റഡ്, സീൽഡ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനീ പറയുന്ന വചനം പല പ്രാവശ്യം കേൾക്കണേ, പല പ്രാവശ്യം കേൾക്ക്. ദൈവം പ്രവർത്തിക്കുന്നത് കുടുംബത്തിൽ കയറി വരട്ടെ. അപ്പോൾ ആനുകൂല്യത്തെക്കുറിച്ച് കുറേ വചനങ്ങൾ എടുക്കുമ്പോൾ, അപ്പം മൊർദെഖായിയെ മാനിച്ചു. പിന്നെ നമുക്ക് കഥ അറിയാം. ഹാമാനെ അമ്മൻ്റെ മക്കളെയും കൊന്നു. മൊർദെഖായി ആ ദേശത്തെ പ്രൈം മിനിസ്റ്ററാകുന്നു, എസ്തേർ രാജ്ഞിയാകുന്നു. ഒരാളുടെ ആനുകൂല്യം, ഒരു ദിവസം കൊണ്ട് ആനുകൂല്യം വന്നപ്പോൾ സംഗതി മാറിയതുണ്ട്. ഇന്നാകട്ടെ ആ ദിവസം കർത്താവ്, ഇന്നാകട്ടെ ആ ദിവസം, ഇന്നാകട്ടെ ദിവസം, നാളെ പോകരുതേ. പക്ഷേ ഇന്ന് പലരുടെ ആവശ്യങ്ങൾക്കൊരു ആനുകൂല്യം പാസ്സാക്കുന്ന ദിവസം. ആ ഓർമ്മ പുസ്തകം തുറന്നിട്ട് ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ പല പ്രാർത്ഥനയുടെ ഉത്തരം ഇന്ന് കിട്ടട്ടെ. ചിലപ്പോൾ മക്കളുടെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ നമുക്ക് രോഗസൗഖ്യമായിരിക്കാം, ചിലപ്പം കടബാധ്യതയായിരിക്കാം, ചിലപ്പം നമ്മുടെ ഭർത്താവിൻ്റെ ആരോഗ്യമായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇന്ന ദിവസം ചിലപ്പം വിവാഹ ജീവിതത്തിൽ ഒന്നിച്ച് ചേരേണ്ടതായിരിക്കാം. ആവശ്യമില്ലാതെ പറഞ്ഞു ദൈവത്തെ മറന്നു നടക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചെല്ലാത്തിനും കൊണ്ടുവരട്ടെ. സങ്കീർത്തനം 5:12 ആനുകൂല്യത്തിന് യഹോവേ വിളിക്കുകയാണ്. നീ നീതിമാനെ അനുഗ്രഹിക്കും, സംശയമൊന്നുമില്ല. യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. പരിച കൊണ്ടെന്ന പോലെ അവൻ്റെ ആനുകൂല്യം കൊണ്ട്. ഇംഗ്ലീഷിൽ ഫേവർ എന്ന്, യു കവർ ഹിം വിത്ത് ഫേവർ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് എഴുതിയത്. ഷുവർലി ലോർഡ് യു ബ്ലെസ് ദ റൈച്ചസ്, യു സറൗണ്ട് ഹിം വിത്ത് യുവർ ഫേവർ ആസ് വിത്ത് എ ഷീൽഡ്. പരിച കൊണ്ടുണ്ട പോലെ നീ അവനെ മറയ്ക്കുകയാണ്. നിൻ്റെ ആനുകൂല്യം കൊണ്ട്, നിൻ്റെ ദയയാണ്, നിൻ്റെ കരുണയാണ്. അത് ആനുകൂല്യം. വേദപുസ്തകത്തിൽ എത്രയോ, റോമർക്ക് എഴുതിയ ലേഖനം 8:32. ആനുകൂല്യങ്ങൾ ആർക്കാ ആവശ്യം? ചോദിക്ക്. ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് ഓർമ്മ പുസ്തകം തുറക്കാൻ പറ. പലരും എന്നോടൊക്കെ വന്ന് പറയും, എൻ്റെ ആൻറ്റി ഞാൻ അത് പ്രാർത്ഥിച്ചു ഇത് പ്രാർത്ഥിച്ചു, എനിക്ക് ഇതിന് ഉത്തരം കിട്ടിയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കേ. കർത്താവ് മുമ്പിൽ വന്ന് നിൽക്കുന്നു, നീ എന്നെ ഓർമ്മിപ്പിക്കേ എന്ന് യെശയ്യാവിൽ എഴുതിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ദൈവം തന്നെ ഓർക്കും, പക്ഷെ ചിലത് നമ്മൾ ഓർപ്പിക്കണം. ഇന്നൊരു ഓർമ്മിപ്പിക്കുന്ന ദിവസമായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 8:32 ഇങ്ങനെയാണ് വായിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടു കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ഇതിൽ കൂടുതൽ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി കംപ്ലീറ്റ് അല്ലേ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ക്രൂശിൽ കയറ്റിയവൻ അവനോടുകൂടെ സകലതും നമുക്ക് തരും. പക്ഷെ എന്നിട്ട് എത്ര പേര് വാങ്ങിച്ചെടുക്കുന്നുണ്ട്? ഞാൻ പറയുന്നത്, സത്യം പറഞ്ഞാൽ ഈ സത്യവചനങ്ങൾ ഇങ്ങനെ ദിനം പ്രതി ആത്മാവിൻ്റെ പ്രചോദനമുള്ളത് കേട്ട് നമ്മുടെ ചെവിക്കകത്ത് ഇങ്ങനെ അത് ഈ വചനം ഇങ്ങനെ റെക്കോർഡിങ്ങിന് മുമ്പ് ഒത്തിരി പ്രാവശ്യം നമ്മളിങ്ങനെ വായിക്കും. കാരണം ഒന്നിച്ചല്ലേ പല റെക്കോർഡിങ് വരുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് മുഴുവനും വചനം കൊണ്ടാണ്. രാത്രി കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വചനങ്ങളും അതിൻ്റെ പാട്ടും അതിൻ്റെ ദർശനങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം വി ആർ മെഡിറ്റേറ്റിംഗ് ഡേ ആൻഡ് നൈറ്റ്. അന്നേരമൊക്കെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നടക്കാതിരിക്കത്തില്ല. ലഭിക്കാത്ത നിൻ്റെ അവിശ്വാസം കൊണ്ട് മാത്രമാണ്. ദൈവം കേൾക്കാത്ത ദൈവമല്ല. പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനം അർഹിക്കാത്ത മക്കൾക്ക് ദൈവം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം ചെയ്യുന്നത് ചിലർക്ക് അർഹിക്കുന്നു, ചിലർക്ക് ഈ ശാപം
അതായത് ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ആ കൊച്ചിന് ജോലി കിട്ടും, പക്ഷെ 2 മാസത്തിൽ കൂടുതൽ നിൽക്കൂല. ആ പാവം പിടിച്ച കൊച്ചൻ എന്നെ ചെയ്യാനോ, എന്ത് ചെയ്യും? എൻ്റെ അമ്മ കരയുന്നു, എൻ്റെ അപ്പനില്ല. ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ഞാൻ പ്രാർത്ഥിച്ചപ്പം കർത്താവ് എന്നോട് പറഞ്ഞു ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അപ്പോൾ അന്നോട്ട് എനിക്കൊരു ബലമാണ്. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്നിട്ടും അനുഗ്രഹം വരുന്നില്ല. അപ്പം ഞാൻ എന്ത് കർത്താവ്, ഞാൻ കേട്ടത് തെറ്റാണ്. പക്ഷേ പല പ്രാവശ്യം കഴിഞ്ഞ് പല പ്രാവശ്യം ഉറപ്പിച്ച് ഇനി എൻ്റെ വചനം തന്നെയല്ല പലയിടത്ത് പോയി കേട്ട് ഇന്നിപ്പോൾ നല്ലൊരു ജോലിയിലിരിക്കുന്നുണ്ട്. ദൈവമേ അവിടെ ഉറപ്പിച്ച് നിർത്ത്. എന്താണ്? ദൈവത്തിൻ്റെ ആനുകൂല്യം വരുമ്പോൾ അടഞ്ഞ വാതിൽ തുറക്കും, സ്ഥിരപ്പെടുത്തേണ്ടിയവന് സ്ഥിരപ്പെടുത്തും. അത് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ വരുന്ന പലരിലും വലിയ കഴിവില്ലാത്ത ചില പിള്ളേർക്ക് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ജോലി കൊടുക്കണം, ഭർത്താവ് ജോലി കൊടുക്കും. പിന്നെ നമ്മുടെ അടുത്ത ചിന്ത ചെയ്താൽ ജോലി കൊടുത്തത് ടെമ്പററിയാണ്, അതിനെ സ്ഥിരപ്പെടുത്തണമെങ്കിൽ ദൈവത്തിൻ്റെ ആനുകൂല്യമാണ്. അത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ പരിശുദ്ധനായ ദൈവമേ അത് ഉറപ്പിച്ചു കൊടുക്കണേ, ഉറപ്പിച്ചു. അവരവരുടെ കഴിവിന് അത് ഉറപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, നമ്മളെ മാനിച്ച ദൈവം, അവരെ മാനിച്ച ദൈവം, ആനുകൂല്യം തരുന്ന ദൈവം, ഈ ദൈവത്തെ മറന്ന് എവിടെയാണ് പോകുന്നത്? കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോവാ. കർത്താവ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8:32 ഞാൻ പറയുന്നത് കർത്താവിനെ അനുസരിച്ച് ജീവിപ്പാൻ പഠിക്കണം. ഈ ദാനിയേലിനകത്ത് 1:17-21 നമ്മൾ വായിക്കുമ്പോൾ ഈ ദാനിയേലിൻ്റെ ബുക്കിനകത്തൊക്കെ ശദ്രക് മേശക് അബേദ്നെഗോ അവരൊക്കെ തടവിൽ കൊണ്ടുപോയ മക്കളാണ്. എന്നിട്ട് അവരുടെ കൂടെ ആരും കൂട്ടില്ല. പക്ഷെ ദൈവം അവർക്ക് അനുകൂലമായിരുന്നു. ദൈവം അവർക്ക് അനുകൂലമായിട്ട് രാജാവ് പറയുന്നു അവർക്ക് പിന്നെ ഇറച്ചി മീനും വീഞ്ഞും എല്ലാം കൊടുത്തോളാൻ പറയും. പക്ഷെ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്കതൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്കത് ആവശ്യമില്ല. ദാനിയേൽ 1:17 എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾക്കുള്ള സാധാരണ വെജിറ്റബിൾ ഫുഡൊക്കെ ഞങ്ങൾക്ക് തന്നാൽ മതി. എന്നിട്ട് എഴുതി വെച്ചിരിക്കും 1:17 ഇങ്ങനെയാണ്, ആ 4 ബാലൻ ശദ്രക് മേശക് അബേദ്നെഗോ ദാനിയേൽ, ആ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. ആരാ കൊടുത്തത്? അവരൊന്നും ഒരു കോഴ്സ് എടുത്തെന്നോ 3 വർഷത്തെ പഠിത്തം എടുത്തെന്നോ ഒന്നും എഴുതിയിട്ടില്ല. ദൈവം ഒരാൾക്ക് കൊടുത്താൽ, കർത്താവ് ഒരാൾക്ക് കൊടുത്താൽ അത് കൊടുത്തതാണെന്ന് പ്രാപിച്ചെടുക്കണം നമ്മൾ ദൈവത്തിൽ നിന്ന്. കർത്താവ് എന്നിട്ട് അവസാനം പറയുന്ന ഈ വചനത്തിലാണ്, രാജാവ് അവരോട് ഞാൻ വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേലോ കോരേശ് രാജാവിൻ്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. ഇത് മനോഹരമല്ലേ? കർത്താവിൻ്റെ ആനുകൂല്യം കിട്ടുന്ന ഭാഗ്യം. നമ്മൾ ഈ ഓരോരുത്തരെ കാണാൻ പോകുമ്പോൾ പ്രസൻറ്റ് കൊണ്ട് കൊടുക്കും, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരുടെ കൂടെ കൂട്ടു നിൽക്കും. ഈ ദുഷ്ടത ചെയ്യുന്നവർക്കൊക്കെ അവരെ പ്രീതിപ്പെടുത്താൻ എന്തെല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ കർത്താവ് പറയുകയാണ് എൻ്റെ അടുക്കലേക്ക് പോ, ഞാനാണ് യഥാർത്ഥത്തിൽ നിനക്ക് ആനുകൂല്യം തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര നല്ലവനായൊരു ദൈവം, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാകുന്നതിന് മുൻപേ കാര്യങ്ങൾ ഒരുക്കിയൊരു ദൈവം. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല, എങ്കിലും എൻ്റെ സാന്നിധ്യം മാറാതെ നിൽക്കുന്നതെന്ന് പഠിപ്പിക്കുന്നതിന് സ്തോത്രം. തക്ക സമയമാകുമ്പോൾ എസ്തേറിനെ ഉയർത്തിയ ദൈവം, തക്ക സമയമായപ്പോൾ മൊർദെഖായി ഉയർത്തിയ ദൈവം, തക്ക സമയം ശദ്രക് മേശക് അബേദ്നെഗോവിനോട് രാജാവ് ഇടപെട്ട് എല്ലാവരിലും ബുദ്ധിമാനെന്ന് ദാനിയേലിനെ കണ്ട ദൈവം, തക്ക സമയത്ത് ആനുകൂല്യങ്ങളുടെ നിറവ് കൊണ്ട് ബെഞ്ചമിനെയും ജോസഫിനെയും അനുഗ്രഹിച്ച ദൈവം, ആ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ആ ദൈവം ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതിനാൽ കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഒന്ന് പ്രാപിച്ചെടുത്തിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും മറ്റുള്ളവർക്കും ദൈവമഹത്വത്തിനായിട്ട് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. You surround us with your favor. ചിറകിനകത്ത് ഞങ്ങളെ പൊതിഞ്ഞ് എൻ്റെ ആനുകൂല്യം കൊണ്ട് നിറച്ചിരിക്കുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.